പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. ഇനി നമുക്ക് ദേശീയതലത്തിലെ ചില വാർത്തകളിലേക്ക് വരാം. അങ്ങ് ഡൽഹിയിൽ വലിയ കൂലങ്കുഷമായ ചർച്ചകൾ നടക്കുകയാണ് കേട്ടോ. എന്താണ് ചർച്ച? പാർട്ടിയുടെ അടിത്തട്ടിൽ സംഘടനാ ദൗർബല്യമെന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. പ്രവർത്തകർക്കിടയിലുള്ള വീഴ്ചകൾ പരിഹരിക്കാൻ പ്രാദേശിക തലത്തിൽ ക്ലാസുകൾ സജീവമാക്കാൻ യോഗത്തിൽ നിർദ്ദേശമുയർന്നു. സ്ഥാനമോഹികളെ കണ്ടെത്തി നീക്കം ചെയ്യാനും പ്രവർത്തകരുടെ ബോധവൽക്കരണത്തിനായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നേരിട്ട് ഇടപെടാനും തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിനായി ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. നോബൽ മാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, രൂക്ഷമായ ചർച്ചകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് സംഘടനാ ദൗർബല്യം താഴെത്തട്ടിലുണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. തെറ്റിദ്ധരുത്തൽ രേഖയും ഒപ്പം തന്നെ റിപ്പോർട്ടുമൊക്കെ ഇന്ന് കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കും എന്നുള്ള വിഷയമാണ്, അംഗീകരിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കൂലങ്കുഷമായ ചർച്ചകൾ നടന്നു എന്ന് മനസ്സിലാക്കുന്നു. ആഴത്തിലുള്ള ചർച്ചകളുടെ ബാക്കി പത്രം എന്താണ്? നോബൽ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഴത്തിലുള്ള ചർച്ച തന്നെയാണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ സ്ഥലത്തെയും പ്രത്യേകം വീക്ഷിച്ചുകൊണ്ട് ചർച്ചകൾ അടക്കം ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ ചർച്ചയിൽ പ്രധാനമായും ചില നിരീക്ഷണങ്ങൾ കൂടി ഉയർന്നു വരുന്നു എന്നാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താഴെത്തട്ടിൽ പാർട്ടിക്ക് ദൗർബല്യം ഉണ്ട് എന്ന് കേന്ദ്ര കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നാലെ ഈ പറഞ്ഞ പരാജയം ഉണ്ടായപ്പോൾ ചില തിരുത്തൽ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു തരുന്നത്. ആ പശ്ചാത്തലത്തിൽ താഴെത്തട്ടിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പരിഹരിച്ചു പോകണം. ഒപ്പം ആവശ്യത്തിന് ക്ലാസുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് നൽകേണ്ടതുണ്ട്. ഒപ്പം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കൂടുതൽ സജീവമായി തന്നെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളിൽ ഇടപെടണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കേന്ദ്ര കമ്മിറ്റി ഉയർന്നിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥാനമോഹികളുമായി ബന്ധപ്പെട്ടാണ്. സ്ഥാനമോഹികൾ പാർട്ടിയിൽ ഉണ്ട്. അവരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കണം. അത്തരത്തിൽ ആളുകൾ പാർട്ടിയിൽ തുടരുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നുകൂടി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നുണ്ട്. പല ഘട്ടങ്ങളിലെ ഈ തിരുത്തൽ നയങ്ങൾ അല്ലെങ്കിൽ തിരുത്തൽ നടപടികളൊക്കെ സ്വീകരിച്ചെങ്കിലും അതൊന്നും ഫലം കാണാത്ത പശ്ചാത്തലത്തിൽ കൂടുതൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകും എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നിപ്പോൾ അവസാന ദിവസമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ. ഇന്നും വിശദമായി തന്നെ ഈ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പശ്ചിമ ബംഗാൾ അടക്കമുള്ള ഇടങ്ങളിലെ സാഹചര്യം കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഇന്നും കൂടുതൽ നിർദ്ദേശങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ അടക്കമുള്ള ആൾക്കെതിരെ വിമർശനങ്ങളൊക്കെ ഇതിൽ ഉയരുകയും ചെയ്തിരുന്നു. അതാണെങ്കിലും വിശദമായ ചർച്ചകൾ തന്നെയാണ് നടന്നു പോകുന്നത്. ഇതിൽ പാർട്ടി അടിത്തട്ടിൽ കൃത്യമായ രീതിയിൽ കൂടുതൽ ശക്തമായ പ്രവർത്തനം ആവശ്യമാണ് എന്ന വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേൽഘടകങ്ങളിൽ പ്രതിസന്ധികൾ പരിഹരിച്ച് പോയില്ലെങ്കിൽ വരുന്ന ആളുകളും തിരിച്ചു വരുവാൻ അത്ര എളുപ്പമാകില്ല. ഇന്നലെയാണെങ്കിൽ MA ബേബി നിലവിൽ തുടരുന്ന തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരോക്ഷമായി ഈ ഫുട്ബോൾ കളിയെ പ്രതിപാദിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. പ്രത്യേകിച്ച് നിലവിൽ തുടരുന്ന പരസ്യ പ്രതികരണങ്ങളൊക്കെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നു. അത്തരത്തിൽ പ്രതിസന്ധികളിലേക്ക് പോകരുതെന്ന നിർദ്ദേശമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതാണെങ്കിലും നിലവിൽ പല അഭിപ്രായങ്ങളും ഭിന്ന സ്വരങ്ങളുണ്ട് പല കാര്യങ്ങളിലും. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിലയിരുത്തൽ കൂടി കേന്ദ്ര കമ്മിറ്റി ഉണ്ടാകുന്നുണ്ട്. എന്താണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ അവസാന ദിവസമാണ്. വിശദമായി തന്നെ ചർച്ചകൾ ഇന്നും ഉണ്ടാകും. ഉച്ചയോടെ നേതാക്കൾ കേന്ദ്ര കമ്മിറ്റി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആഴത്തിലുള്ള ചർച്ചകളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നടന്നത്. പാർട്ടി ഇങ്ങനെ പോയ രക്ഷപ്പെടൂല എന്നുള്ളതാണ്. അതിൽ നേതാക്കളുടെ ധാർഷ്ട്യം മുതൽ താഴെത്തട്ടിലുള്ള സംഘടനാ ദൗർബല്യം വരെ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകേണ്ടത്, ധാർഷ്ട്യം എങ്ങനെ തിരിച്ചടിച്ചു, സംഘടനാ ദൗർബല്യം എങ്ങനെ വന്നു, സ്ഥാനമോഹികൾ പാർട്ടിയിൽ പെരുകയോ, അവരെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും, സ്ഥാനമോഹികളെ ചെവിക്ക് പിടിച്ച് പുറത്തു കളയുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് സ്ഥാനമോഹികൾ പോയാൽ തന്നെ പാർട്ടി നന്നാവും എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും പല കീഴ്ഘടകങ്ങളിലുമെന്നും അധികാര സ്വപ്നം കാണാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ. ആ മനുഷ്യരുടെ മുൻപിലാണ് സ്ഥാനമോഹികളെ കുറച്ചുപേര് പാർട്ടിയെ കൊണ്ട് നശിപ്പിച്ചത്. അതാണ് പാർട്ടി ഇന്നിപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കുകയും ചെയ്യും.